ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. മുണ്ടക്കൈ ചൂരൽമല ഭവന നിർമ്മാണ പദ്ധതിയിൽ ഫണ്ട് കൈമാറാത്ത നേതാക്കൾക്കെതിരെ യൂത്ത് കോൺഗ്രസിൽ നടപടി. 14 നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്തു. നിയോജക മണ്ഡലം കമ്മിറ്റികൾ കുറഞ്ഞത് 1.5 ലക്ഷം രൂപ കൈമാറാനായിരുന്നു നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി റോഷി പാലുണ്ട്. റോഷി, വെരി ഗുഡ് മോർണിംഗ്. റോഷി, യൂത്ത് കോൺഗ്രസിന്റെ ചൂരൽമല മുണ്ടക്കൈ ഫണ്ട് സമ്പാദനം വലിയ വിവാദത്തിലായിരിക്കുകയാണ്. 88 ലക്ഷം രൂപ എത്തിയുള്ളൂ. ഏകദേശം 2,80,00,000 രൂപ പ്രതീക്ഷിച്ചതാണ്. ബാക്കി പണം എവിടെ എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അതിന് ഉത്തരമായിട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ തന്നെ നടപടി വരുന്നത്. പല നിയോജക മണ്ഡലം പ്രസിഡന്റുമാരും വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചില്ല എന്നാണോ യൂത്ത് കോൺഗ്രസിന്റെ വിലയിരുത്തൽ? റോഷി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് നേതൃത്വം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് തൊട്ടു പിന്നാലെയാണ് 30 ഭവനങ്ങൾ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയത്. കോൺഗ്രസ് നേതൃത്വം അടക്കം പ്രഖ്യാപനം നടത്തുന്ന ഘട്ടത്തിലായിരുന്നു ഇങ്ങനെയൊരു പ്രഖ്യാപനവും. അന്ന് തന്നെ അത് കൂടിയാലോചനകൾ കൃത്യമായി നടന്നില്ല. ഇത്രത്തോളം വിജയിക്കുമെന്ന സംശയം സംസ്ഥാന ഭാരവാഹികൾ ചിലർ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് കൃത്യമായി പിരിവ് നടന്നോളും എന്ന് കണക്കൂട്ടി വിവിധ ചാലഞ്ചുകൾ വഴി പണം സ്വരൂപിക്കാനുള്ള നിർദ്ദേശമാണ് ഓരോ നിയോജക മണ്ഡലം കമ്മിറ്റിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം നൽകിയത്. അങ്ങനെ പല നിയോജക മണ്ഡലം കമ്മിറ്റികളും 1.5 ലക്ഷം രൂപയിൽ കൂടുതൽ പിരിച്ചെടുത്ത് കൈമാറി. പൊതുപിരിവ് പാടില്ലെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ചാലഞ്ചുകൾ വഴി അവർ സമാഹരിച്ച തുക കൈമാറി. പക്ഷേ പല നിയോജക മണ്ഡലം കമ്മിറ്റികളും ഈ നിർദ്ദേശം കൃത്യമായി അവർക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട അധ്യക്ഷന്മാർ, അവരുടെ കമ്മിറ്റികൾ, അത് 14 കമ്മിറ്റികളാണ് പൂർണ്ണമായും 1.5 ലക്ഷം തികച്ച് കൈമാറാൻ സാധിക്കാതിരുന്നത്. അവർക്ക് കഴിഞ്ഞ ക്യാമ്പ് ഘട്ടത്തിൽ ഇന്നത്തോടെ പണം കൈമാറണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷെ അവർ കൈമാറാനുള്ള സാധ്യത പോലും ഇല്ലാതായതോടെയാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 14 നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം സസ്പെൻഡ് ചെയ്തത്. ഇത് പാലക്കാട് സംസ്ഥാന ക്യാമ്പിൽ ഈ ഫണ്ട് സമാഹരണ വിവാദമായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത്. ഏതായാലും 30 വീട് എങ്ങനെ നിർമ്മിച്ചു നൽകുമെന്ന് വ്യക്തമല്ല. കാരണം അത്രത്തോളം പണം ഇതുവരെ സമാഹരിക്കാൻ പറ്റിയിട്ടില്ല. ഇനി മറ്റു കമ്മിറ്റികൾ, പണം നൽകാത്ത കമ്മിറ്റികൾ എത്രയും പെട്ടെന്ന് നൽകണമെന്ന് നിർദ്ദേശം നൽകുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ പണം എങ്ങനെ സ്വരൂപിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല.